അസ്സലാമലൈക്കും. നമ്മളൊരു ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാണ് കേട്ടോ. ബ്രദറിൻ്റെ, അതായത് എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദറിൻ്റെ നിക്കാഹാണ്. പിന്നെ അപ്പോൾ അവൻ്റെ ബ്രൈഡിനെ ഒന്ന് മേക്കപ്പ് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കോസ്മെറ്റിക്സും ഡേറ്റ്സും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കൂടെ ഒരു അസിസ്റ്റൻറ്റും കൂടി ഉണ്ടായ ഇന്ന് പോകുമ്പോൾ കേട്ടോ. പിന്നെ കുറച്ച് ഡിമാൻഡ്സ് ഉള്ള അസിസ്റ്റൻ്റാണ്. ഇതാണ് എൻ്റെ അസിസ്റ്റൻറ്റ്. അങ്ങനെ എല്ലാവരും അസിസ്റ്റൻറ്റിനെ കണ്ടിട്ട് ഇത്രയും നല്ലൊരു അസിസ്റ്റൻറ്റിനെ കിട്ടിയല്ലോ എന്നും പറഞ്ഞ് ഞാൻ എൻ്റെ അസിസ്റ്റൻറ്റിനും കൂടി ഞാനും എൻ്റെ അസിസ്റ്റൻറ്റും കൂടി പോകാൻ വേണ്ടി ഫുള്ള് റെഡി ആകുന്ന സമയത്താണ് അസിസ്റ്റൻറ്റിന് ഭയങ്കര ഡിമാൻഡ്സ്. ഇത്ര ഡിമാൻഡുള്ള ഒരു അസിസ്റ്റൻറ്റിനെയാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ അപ്പോൾ ലാസ്റ്റ് ആളെ ഡിമാൻഡൊക്കെ ഞാൻ ഓക്കെ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞ് മെല്ലനെ കയറ്റാൻ വേണ്ടി നിൽക്കുമ്പോൾ അസിസ്റ്റൻ്റ് വീണ്ടും വരുന്നില്ല എന്നുള്ളൊരു രീതിയിൽ നിൽക്കുകയാണ്. അങ്ങനെ വീണ്ടും അസിസ്റ്റൻറ്റിന് സോപ്പ് ഇട്ടു. ഡിമാൻഡ്സുകൾ വീണ്ടും കൂടുതലായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ ഓക്കെ റെഡി ആണോന്നും പറഞ്ഞ് വീണ്ടും അവനെ വിളിച്ച് ലാസ്റ്റിൻ്റെ അസിസ്റ്റൻ്റ് വന്ന് ഓക്കെ എന്നും പറഞ്ഞ് വണ്ടിയിൽ കയറി അൽഹംദുലില്ലാ എന്നും പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് എല്ലാവരോടും പറഞ്ഞ് പോവാണെന്നും പറഞ്ഞ് ഞങ്ങൾ ബൈ ബൈയും പറഞ്ഞ് ഞങ്ങൾ കയറിയിട്ടു. ആൾ കയറിയ താപ്പിൽ ഞാൻ വേഗം ഓടി. അങ്ങനെ നമ്മൾ നേരെ പോയത് ബ്രൈഡിൻ്റെ വീട്ടിലാണ്. ബ്രൈഡിൻ്റെ വീട്ടിൽ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നിക്കാഹ് രാവിലെ കഴിഞ്ഞതായിരുന്നു കേട്ടോ. ബ്രൈഡിനാണെങ്കിൽ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കണമെന്ന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയുള്ള ബ്രൈഡ്സിനൊന്നും വീഡിയോസ് വല്ലാതെ എടുക്കാറില്ല, നിർബന്ധിക്കാറില്ല. ഇതായിരുന്നു ഫൈനൽ ലുക്ക് കേട്ടോ. ज़ाया अपने ज़ाया मेरी हर खुशी है.